സർക്കാർ ഇടതുമുന്നണി അതിനകത്തൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അമൃത രാജിവെക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇടതുമുന്നണി എടുത്തിരിക്കുന്ന തീരുമാനം. അതിന് വിവിധ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, തെരഞ്ഞെടുപ്പ് വർഷമാണ്. ഇപ്പോൾ ആരോഗ്യമന്ത്രി എന്തെങ്കിലും വിഷയത്തിന്റെ പേരിൽ രാജിവെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രതിച്ഛായ നഷ്ടം ചെറുതായിരിക്കില്ല. ആരോഗ്യമേഖല ആകെ തകർന്നു എന്ന രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ട് തന്നെ രാജിവെച്ച് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനം പാർട്ടി നേതൃത്വം എടുത്തിട്ടുണ്ട്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നലെ അത് എടുക്കുകയും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അത് പരസ്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. രാജി ആവശ്യം സ്വാഭാവികമായിട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യമാണ്. അത് അവർ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ രാജിവെക്കുന്നില്ല എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് രാജി ആവശ്യവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം നടന്നാലും അതിന് ചെവി കൊടുക്കേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് CPM-ന്റെ നേതൃത്വമുള്ളത്. പിന്നീടുള്ളത് ആരോഗ്യമേഖലയുമായി ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് CPM നേതൃത്വത്തെ വലയ്ക്കുന്നു എന്ന് പറയുന്നത് അതൊരു വസ്തുതയാണ്. അമൃത ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പല തരത്തിലുള്ള വിഷയങ്ങൾ, ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉയർത്തിയ ചില വിഷയങ്ങളുണ്ട്. അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയങ്ങൾ, ഇതിന് രണ്ടിനും ആരോഗ്യവകുപ്പ് സംസ്ഥാന സർക്കാർ മറുപടി പറയേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, സിസ്റ്റത്തിന്റെ പരാജയമാണ് എന്നുള്ളതാണ് ഹാരിസ് ഡോക്ടറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരോഗ്യമന്ത്രി പറഞ്ഞത്. സിസ്റ്റം ഏത് എന്നുള്ള ചോദ്യത്തിന് ഇടതുമുന്നണി മറുപടി പറയണം, CPM നേതൃത്വം മറുപടി പറയണം, സംസ്ഥാന സർക്കാർ മറുപടി പറയണം. കാരണം ഈ സിസ്റ്റം എന്ന് പറയുന്നത് കഴിഞ്ഞ 9 വർഷവും ഇടതുമുന്നണിയുടെ സിസ്റ്റമാണ്. ഇടതുമുന്നണി സർക്കാർ ഭരിക്കുന്ന സംവിധാനത്തിൽ പുറത്തു വന്നൊരു സിസ്റ്റം എന്തായാലും ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യില്ല എന്നുള്ളത് കൊണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഇടതുമുന്നണി നേതൃത്വം ഭരിക്കുന്ന സർക്കാരിന്റെ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന് പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ പ്രശ്നമാണ് എന്നുള്ളത് ഇടതുമുന്നണി നേതൃത്വം സമ്മതിക്കേണ്ടതാണ്. പക്ഷേ അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുക എന്നുള്ളതാണ് എടുത്തിരിക്കുന്ന തീരുമാനം. അതിനെ അവർ നിരത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ ആരോഗ്യ മേഖല കൈവരിച്ച നേട്ടങ്ങൾ, ഇപ്പോൾ ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ 9 വർഷത്തിനിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ദുരിതങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. കോവിഡ് ഉണ്ടാകുന്നു, നിപ്പ ഉണ്ടാകുന്നു. നിപ്പ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. നിപ്പയെ പ്രതിരോധിക്കുന്നു, കോവിഡിനെ പ്രതിരോധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ മറികടക്കുക എന്നുള്ളതാണ് ഇടതുമുന്നണി എടുത്തിരിക്കുന്ന തീരുമാനം. പക്ഷേ ഈ വിഷയങ്ങളിൽ ഇപ്പോൾ ഹാരിസ് ഡോക്ടർ പറഞ്ഞ ആ പ്രശ്നം അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും അത് സിസ്റ്റത്തിന്റെ പരാജയമാണെന്ന് ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ സിസ്റ്റത്തിന്റെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്നിട്ടുള്ള ചർച്ചകളിൽ ഒന്ന് തന്നെയാണ്. അതിനൊപ്പം ഇപ്പോൾ കോട്ടയത്തെ ഈ സംഭവം, അത് പുതിയ കെട്ടിടം പണിഞ്ഞതിന് ശേഷം അത് എന്തുകൊണ്ട് അങ്ങോട്ടേക്ക് മാറാൻ വൈകി, അവിടെ എത്തിയ മന്ത്രിമാർ എന്തുകൊണ്ട് അവിടെ ഈ കെട്ടിടം പൊളിഞ്ഞു വീണപ്പോൾ തിരക്കാതെ ആളില്ല എന്ന് പറഞ്ഞു, തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി മന്ത്രിമാർ നൽകേണ്ടതാണ്. പക്ഷെ അതൊന്നും അംഗീകരിക്കാൻ ഇപ്പോൾ ഇടതുമുന്നണി നേതൃത്വത്തിന് കഴിയില്ല. കാരണം തെരഞ്ഞെടുപ്പ് വർഷമാണ്. അവർ പ്രധാനമായി ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികസന നേട്ടങ്ങളിൽ ഒന്ന് ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് കേരളം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനമാണ് കേരളം എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുക എന്നതിന് അപ്പുറത്തേക്ക് പരസ്യമായി തെറ്റ് സമ്മതിക്കുക എന്ന നിലയിലേക്ക് അവർ എത്തിച്ചേരില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് പ്രതിപക്ഷം ഇനി വലിയ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാക്കും. ഇനി പ്രതിപക്ഷം എന്ത് പ്രതിഷേധം സംഘടിപ്പിച്ചാലും രാജി എന്ന ആവശ്യത്തിനൊപ്പം ഇടതുമുന്നണി നേതൃത്വവും CPM നേതൃത്വവും ഉണ്ടാകില്ല എന്നുള്ളതാണ് വസ്തുത. പ്രതിഷേധങ്ങളെ നേരിടാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ആദ്യഘട്ടം എന്ന നിലയിലാണ് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഇന്ന് മാധ്യമങ്ങളിൽ പറഞ്ഞത്. ആരോഗ്യമന്ത്രിക്ക് മാത്രമല്ല വീടുള്ളത്, പ്രതിപക്ഷ നേതാക്കൾക്ക് വീടുണ്ട് എന്ന് ഓർമ്മിക്കണം എന്ന വാചകം അത് പ്രതിരോധിക്കാൻ വേണ്ടി CPM നേതൃത്വം എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടുണ്ടായ വാചകമായി നമുക്ക് കണക്കാക്കാം. അമൃത. ശരി, സേഫ് സൈൻ ലാബ്ഡിനാണ് വിവരങ്ങൾ നൽകിയത്.